ഡേ ടു ഡേ ഇംഗ്ലീഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പോകാം ഇന്നത്തെ സെന്റൻസുകളോടെ. കം ഹിയർ, ഇവിടെ വരൂ. കം ഹിയർ. കം ഇൻ, അകത്തേക്ക് വരൂ. കം ഇൻ. കം ഏർലി, നേരത്തെ വരൂ. കം ഏർലി. കം ബാക്ക്, തിരികെ വരൂ. കം ബാക്ക്. കം ഫാസ്റ്റ്, വേഗം വരൂ. കം ഫാസ്റ്റ്. കം ക്ലോസർ, അടുത്ത് വരൂ. കം ക്ലോസർ. കം ടു മീ, എൻ്റെ അടുക്കൽ വരൂ. കം ടു മീ. കം ഇൻസൈഡ്, അകത്തേക്ക് വരൂ. കം ഇൻസൈഡ്. കം എലോങ്, കൂടെ വരൂ. കം എലോങ്. കം ഹോം, വീട്ടിലേക്ക് വരൂ. കം ഹോം. കം വിത്ത് മീ, എനിക്കൊപ്പം വരിക. കം വിത്ത് മീ. കം ആൻഡ് സീ, വന്നു നോക്കൂ. കം ആൻഡ് സീ. കം ബാക്ക് സൂൺ, ഉടനെ തിരിച്ചു വരൂ. കം ബാക്ക് സൂൺ. കം ഓവർ ഹിയർ, ഇവിടെ വരൂ. കം ഓവർ ഹിയർ. കം റൈറ്റ് നൗ, ഇപ്പോൾ തന്നെ വരൂ. കം റൈറ്റ് നൗ. കം ആൻഡ് ഫൈൻഡ് ഔട്ട്, വന്ന് കണ്ടുപിടിക്കൂ. കം ആൻഡ് ഫൈൻഡ് ഔട്ട്. കം ജോയിൻ അസ്, വരൂ, ഞങ്ങളോടൊപ്പം ചേരൂ. കം ജോയിൻ അസ്. കം മീറ്റ് അസ്, ഞങ്ങളെ കാണാൻ വരൂ. കം മീറ്റ് അസ്. കം ആൻഡ് ഹാവ് ഡിന്നർ, വന്ന് അത്താഴം കഴിക്കൂ. കം ആൻഡ് ഹാവ് ഡിന്നർ. കം ഓവർ ഫോർ കോഫി, കാപ്പി കുടിക്കാൻ വരൂ. കം ഓവർ ഫോർ കോഫി. ദേ കം ഓവർ ഫോർ ഡിന്നർ ഒക്കേഷണലി, അവർ ഇടയ്ക്കിടെ അത്താഴത്തിന് വരും. ദേ കം ഓവർ ഫോർ ഡിന്നർ ഒക്കേഷണലി. ഐ ആം കമ്മിങ് ടു യുവർ പാർട്ടി ടുനൈറ്റ്, ഞാൻ ഇന്ന് രാത്രി നിങ്ങളുടെ പാർട്ടിക്ക് വരുന്നു. ഐ ആം കമ്മിങ് ടു യുവർ പാർട്ടി ടുനൈറ്റ്. ഷീ കെയിം ടു ദ പാർട്ടി വിത്ത് ഹെർ ഫ്രണ്ട്സ്, അവൾ കൂട്ടുകാർക്കൊപ്പമാണ് പാർട്ടിക്ക് വന്നത്. ഷീ കെയിം ടു ദ പാർട്ടി വിത്ത് ഹെർ ഫ്രണ്ട്സ്. ഷീ വാസ് കമ്മിങ് ടു ദ പാർട്ടി, അവൾ പാർട്ടിക്ക് വരികയായിരുന്നു. ഷീ വാസ് കമ്മിങ് ടു ദ പാർട്ടി. ദേ ഹാവ് കം ടു ഹെൽപ്പ്, അവർ സഹായത്തിന് എത്തിയിട്ടുണ്ട്. ദേ ഹാവ് കം ടു ഹെൽപ്പ്. ഷീ കെയിം ഹോം ലേറ്റ് ലാസ്റ്റ് നൈറ്റ്, ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് അവൾ വീട്ടിലെത്തിയത്. ഷീ കെയിം ഹോം ലേറ്റ് ലാസ്റ്റ് നൈറ്റ്. ഹി ഹാഡ് കം ഹോം, അവൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഹി ഹാഡ് കം ഹോം. ഷീ വിൽ കം ടു വിസിറ്റ് us ടുഡേ, അവൾ ഇന്ന് ഞങ്ങളെ കാണാൻ വരും. ഷീ വിൽ കം ടു വിസിറ്റ് us ടുഡേ. ഐ വിൽ ബി കമ്മിങ് ഹോം ലേറ്റ്, ഞാൻ വീട്ടിൽ വരാൻ വൈകും. ഐ വിൽ ബി കമ്മിങ് ഹോം ലേറ്റ്. ഹി വിൽ ഹാവ് കം ഹോം ബൈ ദെൻ, അപ്പോഴേക്കും അവൻ വീട്ടിൽ വന്നിരിക്കും. ഹി വിൽ ഹാവ് കം ഹോം ബൈ ദെൻ. നമുക്ക് നമ്മുടെ ഇംഗ്ലീഷിനെ മെച്ചപ്പെടുത്തി എടുക്കുവാൻ വേണ്ടി നാം ഡെയിലി ഇംഗ്ലീഷ് കഴിയുന്നത്ര വായിച്ചും എഴുതിയും സംസാരിച്ചും പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഷോർട്ട് ഇംഗ്ലീഷ് സെന്റൻസുകളോ അല്ലെങ്കിൽ സിമ്പിൾ ഇംഗ്ലീഷ് സെന്റൻസുകളോ പതിവായിട്ട് ഉറക്കെ പറഞ്ഞു പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് താല്പര്യമുള്ള ബുക്സ്, ഷോർട്ട് സ്റ്റോറീസ്, ഇംഗ്ലീഷ് കാർട്ടൂൺസ്, ഇംഗ്ലീഷ് വീഡിയോസ്, ലേഖനങ്ങള് ഇവയെല്ലാം വായിക്കുകയും കാണുകയും കേൾക്കുകയും അവയെ തന്നിരിക്കുന്ന സെന്റൻസുകൾ അനുകരിക്കുവാനും നാം ശ്രമിക്കേണ്ടതുണ്ട്. നമുക്ക് കിട്ടുന്ന സന്ദർഭങ്ങൾ അനുസരിച്ച് നാം ഇംഗ്ലീഷ് സംസാരിക്കുക. തെറ്റുകളൊക്കെ വരും, എങ്കിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നാം സംസാരിക്കുമ്പോൾ തെറ്റുകൾ വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്നവർക്ക് തെറ്റു പറ്റുക എന്നുള്ളത് സാധാരണമാണ്. തെറ്റുകൂടാതെ സംസാരിക്കാൻ പഠിച്ചവർ ആരും തന്നെ ഇല്ലെന്ന് നാം ആദ്യം മനസ്സിലാക്കുക. ഇപ്പോൾ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ പോലും ഗ്രാമാറ്റിക്കലി നോക്കിയാൽ ഒരുപാട് തെറ്റുകൾ വരുത്തുന്നുണ്ടെന്ന് നാം മനസ്സിലാക്കുക. നമുക്ക് തെറ്റുകൾ വന്നാലും നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ ഡെയിലി വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് ഉത്സാഹത്തോടും സമർപ്പണത്തോടും കൂടെ മുന്നോട്ട് പോയിക്കൊള്ളുക. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷ സംസാരിച്ചെടുക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഓർ കമന്റ് ചെയ്ത് എന്നെ അറിയിക്കുമല്ലോ. സബ്സ്ക്രൈബ് ഇതുവരെയും ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്ക് കാണാം കൂടുതൽ സെന്റൻസുകളുമായി അടുത്ത വീഡിയോയിൽ.